അവധി ദിനങ്ങളിലെ മുങ്ങി മരണങ്ങൾ തുടർക്കഥയാകുന്നു. ചന്ദ്രാപിനിയിലും കൊടകരയിലും വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. പഴയന്നൂരിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് 5 വയസ്സുകാരി മരിച്ചു. നിർമ്മാണത്തിൽ അപാകതയെന്ന് ആരോപണം. അഴകപ്പനഗർ കാപ്പുകുളം റോഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. ന്യൂസിലൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശിനി അൻസിയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലെത്തിക്കും. ഖബറടക്കം ചേരമാൻ ജുമാ മസ്ജിദിൽ. കുടുംബ വഴക്കിനെ തുടർന്ന് മകനെയും മരുമകളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പിതാവ് അറസ്റ്റിൽ. പാലപ്പെട്ടി കണ്ണംകുളം വീട്ടിൽ മണിലാൽ ആണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകൾ നോക്കാം. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറത്ത് കൂട്ടുകാരുമൊത്ത് കുളത്തിൽ കുളിക്കാനിറങ്ങിയ +2 വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കയ്പമംഗലം 12 സ്വദേശി പള്ളിപ്പറമ്പിൽ മൊയ്തീൻകുട്ടിയുടെ മകൻ 17 വയസ്സുള്ള ജാസിമാണ് മരിച്ചത്. കണ്ണംപുള്ളിപ്പുറം വായനശാലയ്ക്ക് വടക്ക് വശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ 7 സംഘമാണ് കുളിക്കാനെത്തിയത്. 1 ഏക്കർ വിസ്തൃതിയുള്ള കുളത്തിൽ ഇറങ്ങിയ 2 പേർ ചെളിയിൽ താഴ്ന്നു പോവുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവർ ചേർന്ന് ഒരാളെ രക്ഷപ്പെടുത്തിയെങ്കിലും ജാസിം താഴ്ന്നുപോയി. കൂട്ടുകാർ പറഞ്ഞതനുസരിച്ച് നാട്ടുകാർ കുളത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് നാട്ടികയിൽ നിന്നും വന്ന ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ 2:30 മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. പരിക്കേറ്റ രാഹുലിനെ 3 പീടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ജാസിം. കൊടകര കാരൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കൊടകര സഹൃദയ കോളേജ് വിദ്യാർത്ഥിയായ മാനന്തവാടി കല്ലോടി മച്ചുകുഴിയിൽ 20 വയസ്സുള്ള അശ്വിൻ ജോസ് ആണ് മുങ്ങി മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം 5:30 കൂട്ടുകാരായ 7 പേർ ചേർന്ന് കാരൂർ അമ്പലക്കുളത്തിൽ കുളിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചു വരികയായിരുന്നു. മൃതദേഹം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. പഴയന്നൂരിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് 5 വയസ്സുള്ള കുട്ടി മരിച്ചു. പഴയന്നൂർ പാറക്കുളം പുത്തൻപീടികയിൽ മുഹമ്മദ് റാഫിയുടെ മകൾ ഫിദുവാണ് മരിച്ചത്. മുഹമ്മദ് റാഫിയുടെ ഭാര്യ ഷമീറ, മക്കളായ ഫർസാന, ഫസില, ഓട്ടോ ഡ്രൈവർ പ്രദീപ് എന്നിവർക്കാണ് പരിക്ക്. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 4:00 അപകടം. തിരുവില്ലാമലയിൽ വയോധികയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുമ്പളക്കോട് ഭജനമഠം പിരിച്ചുകെട്ടുമാക്കിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ തങ്കമ്മയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് കുളിക്കാനെത്തിയവർ കരയിൽ വസ്ത്രങ്ങൾ കിടക്കുന്നത് കണ്ട് സംശയം തോന്നി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പഴയന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നിർമ്മാണത്തിൽ അപാകതയെന്ന് ആരോപണം. അളഗപ്പനഗർ കാപ്പുകുളം റോഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. കൃത്യമായ അളവിൽ മെറ്റലും മറ്റ് സാമഗ്രികളും ഉപയോഗിക്കാതെ നടത്തിയ കട്ടവിരിയാണ് നാട്ടുകാർ തടഞ്ഞത്. 200 മീറ്റർ ദൂരത്തിലാണ് റോഡിൽ കട്ട വിരിക്കുന്നത്. പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതലാണ് കട്ട വിരിക്കൽ ആരംഭിച്ചത്. 50 മീറ്ററോളം ദൂരത്തിൽ കട്ട വിരിച്ചു കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കരാറിൽ പറഞ്ഞ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. താഴ്ന്ന പ്രദേശമായ ഇവിടെ ക്വാറി വേസ്റ്റ് ഇട്ട് ഉയർത്തിയതിനു ശേഷമാണ് റോഡ് നവീകരിക്കുന്നത്. ക്വാറി വേസ്റ്റിൽ ഉൾപ്പെട്ട വലിയ കല്ലുകൾ നീക്കം ചെയ്യാതെ അതിനു മുകളിലാണ് കട്ടവിരിക്കൽ നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇത്തരത്തിൽ കട്ടവിരിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ റോഡ് തകരുമെന്നും നാട്ടുകാർ പറഞ്ഞു. ബന്ധപ്പെട്ട അധികാരികൾ പരിശോധന നടത്തിയ ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോയാൽ മതിയെന്ന് നാട്ടുകാർ നിലപാടെടുക്കുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി സ്ഥലത്തെത്തി വിരിച്ച കട്ടകൾ തിരിച്ചെടുപ്പിച്ചു. അപാകതകൾ പരിഹരിച്ച് ടൈൽസ് വിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കരാറുകാരന് പ്രസിഡന്റ് നിർദ്ദേശം നൽകി. TCV പുതുക്കാട്. ന്യൂസിലൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻസിയുടെ മൃതദേഹം തിങ്കളാഴ്ച ഖബറടക്കും. നെടുമ്പാശ്ശേരിയിലെത്തിക്കുന്ന മൃതദേഹം ഭർത്താവ് തിരുവള്ളൂർ പൊന്നാത്ത് അബ്ദുൽ നാസറിന്റെ വീട്ടിലാണ് ആദ്യം എത്തിക്കുക. തുടർന്ന് അൻസിയുടെ കുടുംബം താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരും. രാവിലെ 10-ന് മേത്തല കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് രാവിലെ 11-ന് ചേരമാൻ ജുമാ മസ്ജിദിൽ ഖബറടക്കും. എടമുട്ടം പാലപ്പെട്ടിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് മകനെയും മരുമകളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പിതാവ് അറസ്റ്റിൽ. പാലപ്പെട്ടി വെയർഹൌസ് റോഡിൽ കണ്ണംകുളം വീട്ടിൽ മണിലാലാണ് അറസ്റ്റിലായത്. വലപ്പാട് SI വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. മകൻ ലിനോയ്, മരുമകൾ കുഞ്ഞുമോൾ എന്നിവരെ ആക്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് സംഭവം. മണിലാലും മകൻ ലിനോയും തമ്മിൽ മദ്യപിച്ച് പതിവായി വഴക്കുണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം തർക്കത്തിനിടെ മണിലാൽ മകനെ വെട്ടുകത്തികൊണ്ട് ആക്രമിക്കുകയായിരുന്നു.
ഇത് തടയാനുള്ള ശ്രമത്തിനിടയിൽ മരുമകൾ കുഞ്ഞുമോൾക്കും വെട്ടേറ്റു. ഇരുവർക്കും തലയ്ക്കാണ് പരിക്കേറ്റത്. രണ്ടുപേരെയും കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വലപ്പാട് പോലീസ് മണിലാലിനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പരിക്കേറ്റ ഇരുവരും ഇതിനകം അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല വർണ്ണാഭമായി. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെ 5 ദേശങ്ങളുടെയും വെടിക്കെട്ടിന് സമാപനമായി. തുടർന്ന് ക്ഷേത്രത്തിൽ കാളിദാരിക സംവാദം നടന്നു. വാദ്യമേളങ്ങളുടെയും കാളപ്പാട്ടിന്റെയും അകമ്പടിയോടെ കാളവേലകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ഉച്ചയോടെ കാളികണ്ഠത്തിൽ കാളിദാരികനെ വധിച്ചതോടെ വേല ആഘോഷങ്ങൾക്ക് സമാപനമായി. ഏങ്ങണ്ടിയൂരിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ദേശീയപാതയോരത്തെ മരത്തിലിടിച്ച് ക്ലീനർക്ക് പരിക്കേറ്റു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി കൂടൂർ വീട്ടിൽ അഭിജിത്തിനാണ് പരിക്കേറ്റത്. പുലർച്ചെ 1 മണിയോടെ ഏങ്ങണ്ടിയൂർ ദേശീയപാതയിൽ ആശാൻ റോഡിന് തെക്കുഭാഗത്തായിരുന്നു അപകടം. എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് വളം കയറ്റി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. നിയന്ത്രണം വിട്ട ലോറി മരത്തിലിടിച്ച ഉടനെ ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകട സമയത്ത് ഉറങ്ങുകയായിരുന്ന ക്ലീനർ അഭിജിത്ത് പൂർണ്ണമായും തകർന്ന ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. നാട്ടിക ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് അഭിജിത്തിനെ പുറത്തെടുത്തത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവില്ലാമല പഴയന്നൂർ പാതയിൽ വേട്ടേക്കരൻ ക്ഷേത്രത്തിന് സമീപം വാഹനാപകടം. ഗുരുതരമായി പരിക്കേറ്റ കരുനാഗപ്പള്ളി സ്വദേശി ഷംനാദിനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചേലക്കരയിൽ നിന്നും അന്തിമഹാകാളൻകാവ് വേലയ്ക്ക് ഹൽവ കച്ചവടം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഷംനാദ് ഓടിച്ചിരുന്ന വാഹനത്തിൽ തിരുവില്ലാമലയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ആദിത്യ ബസ് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷംനാദിനെ നാട്ടുകാർ പഞ്ചായത്തിന്റെ ആംബുലൻസിൽ തിരുവില്ലാമല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിൽ തീപിടുത്തം. മത്സ്യം സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ബോക്സുകൾ കത്തിനശിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മാർക്കറ്റിലെ ഐസ് ഫാക്ടറിക്ക് പുറകിലായുള്ള ഷെഡിലാണ് തീപിടുത്തമുണ്ടായത്. ഷെഡിൽ സൂക്ഷിച്ചിരുന്ന മത്സ്യ ബോക്സുകളിൽ നിന്നും പുക ഉയരുന്നത് കണ്ടാണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നവർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. കുന്നംകുളത്ത് നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. 100 കണക്കിന് ബോക്സുകൾ കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്ന് തീരപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സമയക്രമം സംബന്ധിച്ച് ബസ്സുടമകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ശ്രമം. യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ സർവീസ് ക്രമപ്പെടുത്തുന്നതിനും ബസ്സുടമ സംഘടനകളുമായി ചർച്ച നടത്താനും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഇരുവിഭാഗങ്ങളിലുമായി തിങ്കളാഴ്ച വെവ്വേറെ ചർച്ച നടത്തി പരിഹാരം കാണാനാണ് തീരുമാനം. ചർച്ചയിൽ നഗരസഭാ ചെയർമാൻ, ജോയിന്റ് RTO, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവർ പങ്കെടുക്കും. നഗരസഭാ ചെയർമാൻ KR ജയത്രൻ അധ്യക്ഷനായിരുന്നു. ജോയിന്റ് RTO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഗിരീഷ്, മനോജ്, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ്, നാഷണൽ ഹൈവേ പൊതുമരാമത്ത് വകുപ്പുകളിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, തഹസിൽദാർ, നഗരസഭാ സെക്രട്ടറി TK സുജിത്ത് എന്നിവർ പങ്കെടുത്തു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള അഡാക്കിന്റെ പൊയ്യ ഫിഷ് ഫാമിൽ തൊഴിലാളികളുടെ ശമ്പള വർധനവ് നടപ്പാക്കുന്നില്ല എന്ന് ആക്ഷേപം. 2014 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള വർധനവ് നടപ്പാക്കാൻ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. എന്നാൽ നാളിതുവരെ ഫാം ലേബർ തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് കുടിശ്ശിക ലഭിച്ചിട്ടില്ല. 40 ഹെക്ടർ വിസ്തൃതിയുള്ള ഫാമിൽ കൃഷിയിറക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. നാശത്തിലേക്ക് തള്ളിവിടാതെ പൊയ്യ ഫാമിനെ സംരക്ഷിക്കാനും ലാഭകരമായി മാറ്റാനും നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. വേലൂർ
കുറുമാൽ പരിസരങ്ങളിൽ മോഷണശ്രമങ്ങൾ വർദ്ധിക്കുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം കുറുമാൽ പള്ളിക്ക് സമീപം വടക്കൻ ജോസഫിന്റെ സ്റ്റേഷനറി കടയിൽ മോഷണം നടന്നിരുന്നു. രാവിലെ ഷട്ടർ പാതി തുറന്ന നിലയിൽ കാണുകയായിരുന്നു. പണവും മറ്റ് സാധനങ്ങളും നഷ്ടപ്പെട്ടു. എരുമപ്പെട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ഇടതുപക്ഷം വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ് പറഞ്ഞു. UDF ശ്രീനാരായണപുരം മണ്ഡലം കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കൺവെൻഷൻ DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ സൈനുദ്ദീൻ കാട്ടകത്ത് അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് PH മഹേഷ്, CS രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻകാർ നേരിടുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിന്റെയും കൂടിയാണെന്ന് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്. തൃപ്രയാറിൽ നടന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറേക്കാലം സമൂഹത്തെ സേവിക്കുകയും പിന്നീട് പെൻഷൻ പറ്റി ദുരിതം അനുഭവിക്കുന്നവരുമായി മാറുന്നത് ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല എന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. KSSPU ജില്ലാ പ്രസിഡന്റ് AP ജോസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി VV പരമേശ്വരൻ, EV ദശരഥൻ, KK കാർത്തികേയ മേനോൻ, VV ചിദംബരൻ, ജോസഫ് മുണ്ടശ്ശേരി എന്നിവർ സംസാരിച്ചു. നാടെങ്ങും ജലക്ഷാമത്തിന്റെ പിടിയിൽ അമരുമ്പോൾ ജലസമൃദ്ധമായ ഒരു കുളം നാശത്തിന്റെ വക്കിലാണ്. ആളൂർ പഞ്ചായത്തിലെ താഴേക്കാട് പ്രദേശത്തുള്ള ചക്കംകുളമാണ് നശിക്കുന്നത്. ആളൂർ പഞ്ചായത്തിലെ 16, 22 വാർഡുകളിൽ കിണറുകളിലെ ജലവിധാനം നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന പൊതുകുളമാണ് താഴേക്കാടുള്ള ചക്കംകുളം. ബണ്ട് ഇടിഞ്ഞും ചളിയും പാഴ്ചെടികളും നിറഞ്ഞും നാശോന്മുഖമായി കിടന്ന കുളം കുറെ വർഷം മുൻപ് കരിങ്കൽ കെട്ടി സംരക്ഷിച്ചിരുന്നു. 1/2 ഏക്കറിലേറെ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കുളം വേനൽക്കാലത്ത് പ്രദേശവാസികൾ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും കന്നുകാലികളെ കുളിപ്പിക്കാനും ഉപയോഗിച്ചു വരുന്നതാണ്. വേനൽ രൂക്ഷമായി കുളത്തിൽ ജലനിരപ്പ് താഴുമ്പോൾ ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര കനാലിൽ നിന്ന് വെള്ളമെത്തിച്ചാണ് കുളത്തിലെ ജലസമൃദ്ധി നിലനിർത്താറുള്ളത്. എന്നാൽ ഈ വർഷം ശരിയായ തോതിൽ കുളത്തിലേക്ക് കനാൽ വെള്ളം എത്തിച്ചിട്ടില്ലെന്ന് പ്രദേശവാസിയായ ഷിജു പറഞ്ഞു. ഇന്നിപ്പോൾ ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള കിണറുകളിലും മറ്റും വെള്ളത്തിന് വലിയൊരു ആശ്രയമായിരുന്ന ഈ കുളം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പഞ്ചായത്തിനും അധികാരികൾക്കും വാർഡ് മെമ്പർക്കും പലവട്ടം പരാതികൾ നൽകിയിരുന്നെങ്കിലും ഇതുവരെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. സമയോചിതമായ അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതിനെ തുടർന്ന് കുളത്തിനു ചുറ്റുമുള്ള കരിങ്കൽ കെട്ട് പല ഭാഗത്തും തകർന്നു കിടക്കുകയാണ്. കുളത്തിലേക്ക് ഇറങ്ങാനായി നിർമ്മിച്ച പടവുകളും ഇടിഞ്ഞു നശിച്ച നിലയിലാണ്. 2 പതിറ്റാണ്ടു മുൻപ് വരെ സമീപത്തെ വെങ്കുളം പാടശേഖരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ഇറക്കിയിരുന്നത് ചക്കംകുളത്തെ ആശ്രയിച്ചായിരുന്നു. കുളം നവീകരിച്ചാൽ മേഖലയിലെ ജലക്ഷാമം പരിഹരിക്കാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. TCV ന്യൂസ്, കൊടകര. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വേലൂർ ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ കളർ സെൽഫി സംഘടിപ്പിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളി കുടുംബാംഗങ്ങളും ഗ്രാസ്വേ അംഗങ്ങളും പരസ്പരം വർണ്ണങ്ങൾ വാരിപ്പൂശി ആഘോഷത്തിൽ പങ്കുകൊണ്ടു. ഗ്രാസ്വേ സെക്രട്ടറി രാം പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. ഒന്നിനു പിറകെ ഒന്നായി രോഗങ്ങൾ കാർന്നു തിന്ന ശരീരവുമായി നരകയാതന പേറുന്ന പെയിന്റിംഗ് തൊഴിലാളി സുമനസ്സുകളുടെ സഹായം തേടുന്നു. 3 പീടിക പടിഞ്ഞാറ് വാടക വീട്ടിൽ താമസിക്കുന്ന മതിലകം സ്വദേശി കല്ലൂപ്പറമ്പിൽ സുലൈമാനാണ് സഹായത്തിന് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പനിയും ചുമയുമായിരുന്നു തുടക്കം. ക്ഷയരോഗമെന്ന് കരുതി ചികിത്സ തുടരുന്നതിനിടെ പനി മൂർച്ഛിക്കുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരം RCCയിൽ എത്തിച്ചപ്പോഴാണ് ശ്വാസകോശത്തിൽ അർബുദമാണെന്ന് തിരിച്ചറിയുന്നത്. ഇതിനായി റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കെ വലതുകാലിന് മരവിപ്പ് അനുഭവപ്പെട്ടു. ഇതോടെ അർബുദ ചികിത്സ മതിയാക്കി കാലിന്റെ അസുഖമറിയാനായി വീണ്ടും തൃശൂർ മെഡിക്കൽ കോളേജിൽ തന്നെ വന്നു. ഞരമ്പിലൂടെയുള്ള രക്തപ്രവാഹം നിലച്ചിരിക്കുന്നുവെന്നും ഉടനടി മുറിച്ചു മാറ്റിയില്ലെങ്കിൽ കാൽ പൂർണ്ണമായും മൃതമാവുമെന്നും ഡോക്ടർമാർ വിധിയെഴുതി. ഇതേ തുടർന്ന് 2 ആഴ്ച മുന്നേ കാല് മുട്ടിനൊപ്പം മുറിച്ചു മാറ്റി. ഭാര്യ സുലേഖ മാത്രമാണ് സുലൈമാന് തുണയായിട്ടുള്ളത്. നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന കുടുംബം വീട്ടുവാടകയും ചികിത്സയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കണ്ണീരിൽ കഴിയുകയാണ്. ഇവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ ബാങ്ക് മതിലകം ശാഖയിൽ 169100096897 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കേണ്ടതാണ്. TCV കയ്പമംഗലം.
ചേറൂർ വിജയപുരം സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദ്വീപലിക്ക് ഫാദർ ഡേവിസ് ചക്കാലക്കൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഷാജൻ പിണ്ടിയാൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ കുര്യാക്കോസ് നെല്ലിക്കാട്ട് സഹകാർമ്മികനായിരുന്നു. ദുരിതം തീർത്ത പ്രളയകാലം കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞിട്ടും ക്യാമ്പിൽ തന്നെ തുടരുന്ന കുടുംബത്തിന് ഒഴിഞ്ഞുപോകാൻ അധികൃതരുടെ അന്ത്യശാസനം. തളിക്കുളം കച്ചേരിപ്പടി അംബേദ്കർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ കഴിയുന്ന കുടുംബമാണ് താമസിക്കാൻ ഒരു ഇടം തേടുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാനത്തുണ്ടായ പ്രളയക്കെടുതികൾ അനുഭവിച്ചവരാണ് തളിക്കുളം കച്ചേരിപ്പടി മേപ്പറമ്പിൽ അശോകന്റെ കുടുംബം. തളിക്കുളം ഹൈസ്കൂളിലെ ക്യാമ്പിലായിരുന്നു അശോകൻ അടക്കമുള്ള ഏതാനും കുടുംബങ്ങൾ. പിന്നീട് അശോകൻ ഉൾപ്പെട്ട 5 കുടുംബങ്ങളെ കച്ചേരിപ്പടി അംബേദ്കർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിലെ ക്യാമ്പിലേക്ക് മാറ്റി. വില്ലേജ് ഓഫീസ് മുഖേന അരിയും പലവ്യഞ്ജനങ്ങളും ഗ്യാസും വരെ ലഭിച്ചു. തൽക്കാലം മറ്റൊരിടത്തേക്കും മാറേണ്ടതില്ലെന്ന് ഗീതാഗോപി MLAയുടെ ഉറപ്പും ഇവർക്ക് ലഭിച്ചു. ഏതാനും മാസം മുമ്പ് ക്യാമ്പിലുണ്ടായിരുന്ന മറ്റു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ ദിവസം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത അടക്കമുള്ളവർ ക്യാമ്പിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടതായി ചന്ദ്രിക അശോകൻ പറയുന്നു. ഒഴിഞ്ഞുപോകാൻ തയ്യാറായില്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് നീക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ചന്ദ്രിക പറയുന്നു. ഞങ്ങൾ MLA പ്രകാരം ഞങ്ങളുടെ കൂടെ നിന്നത്. MLA എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ ഈ കലക്ട്രേറ്റിലേക്ക് അപേക്ഷ കൊടുക്ക്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന അതും പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ നിർത്തി. ഇത്രയും ഈ 6 മാസത്തിനുള്ളിൽ ഒരു വർത്താനം ഇല്ല ഇവർ. അപ്പോൾ പഞ്ചായത്തിൽ രണ്ടാമത് ഇവർ എൻ്റെ ഭർത്താവ് ഫോം വയ്ക്കാൻ പഞ്ചായത്തിൽ ചെന്നപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, അശോകൻ്റെ പേരൊന്നും ഇതിലില്ല, അടുത്ത മാർച്ചോട് കൂടി നിങ്ങൾക്ക് എല്ലാവരും ശരിയാവും. അന്ന് അപ്പോൾ ഒരു വാക്ക് അവർ പറയാറുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ എങ്ങനെയെങ്കിലും അതിനെ കൈയും കാലും പിടിച്ചെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോരാ. അന്നൊന്നും ആരും പറഞ്ഞില്ല. ക്യാമ്പിൽ ഒപ്പം കഴിയുന്ന മകളെയും അധികൃതർ ഭീഷണിപ്പെടുത്തി. സ്വന്തമായി ഒരു ഭൂമി പോലും ഇവർക്കില്ല. തൊഴിലുറപ്പ് ജോലി ചെയ്തുള്ള വരുമാനം പോലും കിട്ടാൻ വൈകിയിരിക്കെ എങ്ങോട്ടാണ് താമസം മാറേണ്ടത് എന്ന ആശങ്കയിലാണ് അശോകന്റെ കുടുംബം. TCV ന്യൂസ്, തൃപ്രയാർ. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചഭക്ഷണം വിളമ്പുന്ന ഈഴവ സേവാ സമിതിയുടെ സേവനം 100 ദിവസം പിന്നിട്ടു. 3 കൂട്ടം കറികൾ ഉൾപ്പെടെയുള്ള ഉച്ചയൂണ് 200-ലധികം പേർക്ക് നൽകി വരുന്നുണ്ട്. മറ്റൊരു സംഘടന തുടങ്ങിവെച്ച ഉച്ചഭക്ഷണ വിതരണ പദ്ധതി തടസ്സപ്പെടുമെന്ന അവസ്ഥയിൽ ചുമതല സമിതി ഏറ്റെടുക്കുകയായിരുന്നു. അന്നദാനം എന്ന് പറയുന്ന മഹാദൗത്യം നമ്മുടെ സമിതി, പ്രത്യേകിച്ച് സദാനന്ദൻ പുഴിക്കാട്ടിൻ്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഭരണസമിതി ഏറ്റെടുക്കുകയുണ്ടായി. നമ്മുടെ കമ്മിറ്റിക്കാർ തന്നെ ഈ ഭക്ഷണം പാചകം ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു കർമ്മമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളിതുവരെയായി ഈഴവ സേവാ സമിതി മുടങ്ങാതെ ഉച്ചഭക്ഷണം നൽകി. സമിതി ഭാരവാഹികൾ പാചകം ചെയ്യുന്ന ഭക്ഷണമാണ് ആശുപത്രിയിൽ വിതരണം ചെയ്യുന്നത്. ഹർത്താൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലും ഭക്ഷണ വിതരണം തടസ്സപ്പെടാറില്ല. ആരിൽ നിന്നും സാമ്പത്തിക സഹായം സ്വീകരിക്കാതെ സമിതിയുടെ വരുമാനത്തിൽ നിന്നും ഒരു പങ്ക് മാറ്റിവെച്ചാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിവരുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ തിരുവേങ്കിടം റെയിൽവേ അടിപ്പാത എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന് റെയിൽവേ ആക്ഷൻ കൗൺസിൽ പൊതുയോഗം ആവശ്യപ്പെട്ടു. തിരുവേങ്കിടം മേഖലയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന റെയിൽവേ ഗേറ്റ് അടച്ചതുമൂലം പ്രദേശവാസികൾക്ക് കിലോമീറ്ററുകൾ അധികം ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. റെയിൽവേ മേൽപ്പാലം വരുന്നതോടെ തിരുവേങ്കിടം മേഖല ഒറ്റപ്പെടുമെന്നും ഇതിന് പരിഹാരമായി എത്രയും പെട്ടെന്ന് അടിപ്പാത നിർമ്മിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ KT സഹദേവൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ ശൈലജ ദേവൻ, പ്രസാദ് പൊന്നാരശ്ശേരി, ശ്രീദേവി ബാലൻ, ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ CD ജോൺസൺ, ചന്ദ്രൻ ചങ്കത്ത്, PI ലാസർ, രവികുമാർ കാഞ്ഞുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ലക്ഷങ്ങളുടെ റബ്ബർ പാൽ മോഷ്ടിച്ച കേസിൽ തൊഴിലാളിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമേലി മുക്കാട്ടുതറ കിണറ്റിൽക്കരയിൽ വീട്ടിൽ വിനയൻ എന്ന് വിളിക്കുന്ന ബിനുവിനെയാണ് സ്റ്റേഷൻ ഓഫീസർ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ SI റിൻസൺ തോമസ് അറസ്റ്റ് ചെയ്തത്. വരവൂർ സ്വദേശി അബ്ദുൾ റഹ്മാന്റെ വേലൂർ കോടശ്ശേരിയിലെ റബ്ബർ തോട്ടത്തിലാണ് മോഷണം നടന്നത്. ഏകദേശം 2.5 ലക്ഷം രൂപ വില വരുന്ന 28 വീപ്പ റബ്ബർ പാലാണ് മോഷ്ടിച്ചത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥികളുടെ ന്യൂനത പുറത്ത് പറയരുതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്ന് റോജി M. ജോൺ MLA പറഞ്ഞു. പൊയ്യാമണ്ഡലം UDF കൺവെൻഷൻ പൂപ്പത്തിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു കൈതാരൻ അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറിമാരായ VA അബ്ദുൽ കരീം, VM മുഹീദ്ദീൻ, AA അഷ്റഫ്, TM നാസർ തുടങ്ങിയവർ സംസാരിച്ചു.
കേരള വികലാംഗ ക്ഷേമ സംഘടന നടത്തുന്ന ഭിന്നശേഷിക്കാരുടെ 7ാമത് സമൂഹ വിവാഹത്തിനുള്ള വധൂവരന്മാരെ തെരഞ്ഞെടുക്കുന്നതിനായി തൃശൂരിൽ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദർ നാട്ടിക ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് ടി കെ സൈതലവി അധ്യക്ഷനായിരുന്നു. ട്രഷറർ ടി പി വിനോദ് ശങ്കർ, രാംദാസ് ചേലക്കര, പി ബി അംബുജം, വൈശാഖ് മുണ്ടൂർ, സുനിൽ മണലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ PSC മാതൃകാ പരീക്ഷ നടത്തി. ആദ്യ 15 സ്ഥാനങ്ങൾ നേടിയവർക്ക് എക്സൈസ് CI CR പത്മകുമാർ PSC റാങ്ക് ഫയൽ വിതരണം ചെയ്തു. ടാഗോർ ലൈബ്രറി പ്രസിഡന്റ് CC ബാബുരാജ് അധ്യക്ഷനായിരുന്നു. ET ഡൈസൺ MLA, പ്രോഗ്രാം കോർഡിനേറ്റർ KK രാജു, ലൈബ്രറി കൗൺസിൽ അംഗം നൌഷാദ് കൈതവളപ്പിൽ, ഗ്രേസി, KR സജിത എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഇടശ്ശേരി സാന്ത്വനം മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു. പ്രൊഫസർ KU അരുണൻ MLA മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളം അധ്യക്ഷനായിരുന്നു. ഡോക്ടർ NA മാഹിൻ, മുഹമ്മദ് റഫീഖ് തുടങ്ങിയവരെ ക്യാമ്പിൽ ആദരിച്ചു. മണലൂർ സെന്റ് ജോസഫ് പുത്തൻപള്ളിയിൽ വിശുദ്ധ ഔസേപിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ വർഗീസ് കരിയാറ്റിൽ നേർച്ച സദ്യ ആശീർവദിച്ചു. ആഘോഷമായ തിരുനാൾ ദ്വീപലിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജ് വാർഡൻ ഫാദർ സ്റ്റിഷൻ കുണ്ടുകുളം നേതൃത്വം നൽകി. തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ നൈസൻ ഏലന്താനത്ത് തിരുനാൾ സന്ദേശം നൽകി. കൺവീനർ മൈക്കിൾ താണിക്കൽ നേതൃത്വം നൽകി. കനകമല പള്ളിയുടെ ഫോട്ടോ ചേർത്തുകൊണ്ടുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ 80ാമത് നോമ്പുകാല കുരിശുമുടി തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഫാദർ ജോർജ് പാറേമാൻ സ്റ്റാമ്പിന്റെ പ്രകാശനം നിർവഹിച്ചു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജോയ് തറയ്ക്കൽ ജനറൽ കൺവീനർ ബൈജു അറയ്ക്കലിന് നൽകിക്കൊണ്ട് സ്റ്റാമ്പിന്റെ വിതരണോദ്ഘാടനം നടത്തി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജില്ലാതല ക്വിസ് മത്സരത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഷാഹിഫ്, ആദിത്യൻ, നിമൽ എന്നിവരാണ് സമ്മാനത്തിന് അർഹരായത്. സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയിൽ നിന്നും വിദ്യാർത്ഥികൾ ഉപഹാരവും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുമുന്നണി സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് വെങ്കിടങ്ങ് മുല്ലശ്ശേരി മേഖലയിൽ പര്യടനം നടത്തി. മുരളി പെരുന്നെല്ലി MLA, PA രമേശൻ, ബെനി ആന്റണി, രതിയം ശങ്കർ, ശോഭന മുരളി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ചാവക്കാട് മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. പാലയൂർ ഫൊറോന ദേവാലയത്തിലെത്തിയ TN പ്രതാപൻ ഫാദർ വർഗീസ് കരിത്തേരിയെ സന്ദർശിച്ച് സഹകരണം അഭ്യർത്ഥിച്ചു. പാലയൂർ മഠം, മമ്മിയൂർ LF സ്കൂൾ എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയ ശേഷം ഒരുമനയൂർ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ്, സൈസൻ മാറോക്കി, PV ബദറുദ്ദീൻ തുടങ്ങിയവർ അനുഗമിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി TV ബാബു വേലൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി. നേതാക്കളായ KS രാജേഷ്, സുനിൽ എരുമപ്പെട്ടി, അഭിലാഷ് തയ്യൂർ, അശോകൻ മമ്പറമ്പിൽ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. UDF ചാവക്കാട് മണ്ഡലം കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. KV ഷാനവാസ് അധ്യക്ഷനായി. CA ഗോപപ്രതാപൻ, ജലീൽ വലിയകത്ത്, P യതീന്ദ്രദാസ്, C ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു.
മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് പര്യടനം നടത്തി. CPI ദേശീയ കൌൺസിൽ അംഗവും MP-യുമായ CN ജയദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി MLA, PK കൃഷ്ണൻ, ഷൈനി കൊച്ചുദേവസി, ഷാഫി ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. UDF ഗുരുവായൂർ തൈക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC സെക്രട്ടറി V. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട് രാജീവ് ഗാന്ധി മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷനിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയ് ചെറിയാൻ അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി CC ശ്രീകുമാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് AP ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ അർണോസ് പാതിരി സമിതിയുടെ നേതൃത്വത്തിൽ അർണോസ് പാതിരി അനുസ്മരണം നടന്നു. ഫാദർ സണ്ണി പുത്തൻപുരയ്ക്കൽ അനുസ്മരണ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ അസിസ്റ്റന്റ് വികാരി റിഞ്ചോ മാത്യു ഓലപ്പുരയ്ക്കൽ, മദർ C. ഷീൻ, ട്രസ്റ്റി MP ജോൺസൺ, NJ സാബു, ജോയ് ജോസഫ് എന്നിവർ സംസാരിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി കൊടകരയിൽ സംഘടിപ്പിച്ച ജില്ലാതല ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. സമാപന സമ്മേളനം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി KP വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി DYSP K. ലാൽജി അധ്യക്ഷനായിരുന്നു. CK സുരേഷ്, NS സന്തോഷ് ബാബു എന്നിവർ സംസാരിച്ചു. SNDP യോഗം വള്ളിശ്ശേരി ശാഖയുടെ ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനം ശിവഗിരി മഠം ശ്രീമദ് ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ നിർവഹിച്ചു. SNDP വള്ളിശ്ശേരി ശാഖ പ്രസിഡന്റ് ശ്രീധരൻ പോട്ടയിൽ അധ്യക്ഷനായിരുന്നു. SNDP യോഗം പെരിങ്ങോട്ടുകര യൂണിയൻ പ്രസിഡന്റ് സൂര്യപ്രമുഖൻ, യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ, ഗോപി കൈലാത്തുവളപ്പിൽ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന പള്ളിയിൽ തിരുഹൃദയ ദർശന സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ദമ്പതി സെമിനാർ നടന്നു. എരുമപ്പെട്ടി ഫെറോന വികാരി ഫാദർ ജോയ് അടമ്പുകുളം അധ്യക്ഷനായിരുന്നു. മംഗലപ്പുഴ സെമിനാരി പ്രൊഫസർ ഡോക്ടർ വിൻസെന്റ് കുണ്ടുകുളം സെമിനാറിൽ ക്ലാസ് നയിച്ചു. 10 വർഷം പൂർത്തിയാക്കിയ ഇടവകയിലെ മതബോധന അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. ഫാദർ ജോർജ് തേറാട്ടിൽ, സിസ്റ്റർ മേഴ്സി, തിരുഹൃദയ ദർശന സമൂഹം പ്രസിഡന്റ് MK ജോഷി എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ ദമ്പതി സംഗമം നടത്തി. ഇരിങ്ങാലക്കുട രൂപത കപ്പിൾസ് മൂവ്മെന്റ് ഡയറക്ടർ ഫാദർ ഡേവിസ് കിഴക്കുന്തല ഉദ്ഘാടനം ചെയ്തു. നവചൈതന്യ ഡി അഡിക്ഷൻ സെന്റർ റിസോഴ്സ് ടീം അംഗം ബാബു മാസ്റ്റർ ക്ലാസ്സിലെത്തു. കിണറ്റിൽ വീണ ആളുടെ ജീവൻ രക്ഷിച്ച ഇടവക അംഗം ഫ്രാൻസിസ് പാലിയങ്കരയെ ചടങ്ങിൽ ആദരിച്ചു. ആലപ്പാട് ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും സയൻസ് ലാബ് ഉദ്ഘാടനവും നടത്തി. അന്തിക്കാട് BPO TK അജിത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K. നന്ദകുമാർ അധ്യക്ഷനായിരുന്നു. പ്രധാന അധ്യാപിക TA ജോസഫീന, TA വാസന്തി, ബിജിലി തമ്പി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവധി ദിനങ്ങളിലെ മുങ്ങി മരണങ്ങൾ തുടർക്കഥയാകുന്നു. ചന്ദ്രാപിനിയിലും കൊടകരയിലും വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. പഴയന്നൂരിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് 5 വയസ്സുകാരി മരിച്ചു. നിർമ്മാണത്തിൽ അപാകതയെന്ന ആരോപണം. അളഗപ്പ നഗർ കാപ്പുകുളം റോഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. ന്യൂസിലൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശിനി അൻസിയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലെത്തിക്കും. ഖബറടക്കം ചേരമാൻ ജുമാ മസ്ജിദിൽ. കുടുംബ വഴക്കിനെ തുടർന്ന് മകനെയും മരുമകളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പിതാവ് അറസ്റ്റിൽ. പാലപ്പെട്ടി കണ്ണംകുളം വീട്ടിൽ മണിലാലാണ് അറസ്റ്റിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.